നമസ്കാരം. വീട് ഇൻറ്റീരിയർ ഡെക്കറേഷൻ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പരിശോധിക്കാം. വീടോ സ്ഥാപനമോ ഇൻറ്റീരിയർ ഡെക്കറേഷൻ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ത്, അതിനടുത്തതായി ചെയ്യേണ്ടതെന്ത്, ഓരോ ജോലികളുടെയും ക്രമമെന്ത്, അതായത് ഏതൊക്കെ ജോലികളാണ് അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളാണ് കണക്റ്റഡായി ചെയ്യേണ്ടത്, കണക്റ്റഡായി ചെയ്തില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക തുടങ്ങിയ വിവരങ്ങൾ ശരിയായ രീതിയിൽ അറിയാതെ വന്നു കഴിഞ്ഞാൽ അത് മുഴുവൻ വർക്കിനെയും ബാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഒരു ഇൻറ്റീരിയർ ഡിസൈനറുടെ മേൽനോട്ടമില്ലാതെ ഉടമ നേരിട്ട് വ്യത്യസ്ത തൊഴിലാളികളെ വെച്ച് ജോലികൾ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാവുന്നത്. ഒരു വീടിൻ്റെ അല്ലെങ്കിൽ ഫ്ലാറ്റിൻ്റെ ഇൻറ്റീരിയർ ചെയ്യുന്ന ക്രമം എങ്ങനെയെന്ന് നമുക്ക് ചുരുക്കി പറയാം. ചെയ്യേണ്ട രീതിയിൽ ഇൻറ്റീരിയർ ചെയ്താൽ വളരെ വേഗത്തിൽ, വളരെ ഫിനിഷിങ്ങിൽ, സാമ്പത്തിക ലാഭത്തോടു കൂടി ചെയ്യുവാൻ സാധിക്കും. ഇൻറ്റീരിയർ ഡിസൈനിങ്, കെട്ടിട നിർമ്മാണം എന്നീ മേഖലകളെക്കുറിച്ചും അതിനോടനുബന്ധിച്ചുള്ള ധാരാളം മേഖലകളെയും മെറ്റീരിയൽസിനെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ചാനലാണിത്. മുദ്ര ഇൻറ്റീരിയേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം. ഡീറ്റെയിൽ ഡ്രോയിങ്, സ്പെസിഫിക്കേഷൻ, ഷെഡ്യൂൾ എന്നിവ തീർച്ചയായും ഒരു ഇൻറ്റീരിയർ ഡെക്കറേഷൻ വർക്കിന് ഉണ്ടായിരിക്കണം. ഇവയെക്കുറിച്ച് മുൻപ് ചെയ്ത വിശദമായ എപ്പിസോഡുകൾ കാണുന്നത് നന്നായിരിക്കും. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ജോലിക്കാർക്ക് പരമാവധി ഒരാഴ്ചത്തേക്ക് ജോലി ചെയ്യുവാനുള്ള ഷെഡ്യൂൾ മാത്രമേ കൊടുക്കുവാൻ പാടുള്ളൂ. മുഴുവൻ ഡ്രോയിങ് ഡീറ്റെയിൽസും ആദ്യമേ കൊടുത്താൽ ചിലപ്പോൾ ഓർഡർ തെറ്റി പല കാര്യങ്ങളും അവർ ചെയ്തേക്കാം. അതുമൂലം കാലതാമസവും ധനനഷ്ടവും ഉണ്ടായേക്കാം, പ്രത്യേകിച്ച് സൂപ്പർവിഷൻ ഇല്ല എങ്കിൽ. വയറിങ് കഴിഞ്ഞ് പ്ലാസ്റ്ററിങ് കഴിഞ്ഞ വീടിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്, അതായത് പുതിയ വീടിനെ കുറിച്ച്. ആദ്യം വൈറ്റ് സിമെൻറ്റ് അടിക്കണം. എന്നാൽ ഇപ്പോൾ തേപ്പ് കഴിഞ്ഞ ഭിത്തിയിലേക്ക് നേരിട്ട് പുട്ടി അടിക്കുന്ന ഒരു പ്രവണതയുണ്ട്. ഞാനത് തീർത്തും റെക്കമെൻഡ് ചെയ്യുന്നില്ല. വൈറ്റ് സിമെൻറ്റ് തന്നെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. വീട് തേക്കുന്നത് ഗ്രേ സിമെൻറ്റ് കൊണ്ടാണല്ലോ, അത് പേസ്റ്റായിട്ടാണ് അത് മിക്സ് ചെയ്യുന്നത്, അത് തേക്കുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവിടെ ധാരാളം സുഷിരങ്ങളും റഫ്നെസ്സും ഭിത്തിയിൽ ഉണ്ടാവും. അപ്പോൾ ഈ വൈറ്റ് സിമെൻറ്റ് ലൂസാക്കി ബ്രഷ് ചെയ്യുമ്പോൾ തേപ്പിലുള്ള കണ്ണുകൾ എല്ലാം അടയുന്നു, നല്ല ബോണ്ടിങ് ഉണ്ടാവുകയും ചെയ്യുന്നു. പുട്ടിയുടെ ഉപയോഗം കുറയുന്നു. അല്ലെങ്കിൽ പുട്ടി അടിക്കാതെ ഡയറക്റ്റ് പെയിൻ്റ് അടിക്കുന്നതാണെങ്കിൽ പ്രൈമറിൻ്റെയും പെയിൻറ്റിൻ്റെയും ഒക്കെ അളവ് കുറയ്ക്കാനും പറ്റും. പെയിൻറ്റിന് നല്ലൊരു ബേസായിട്ടും ഈ വൈറ്റ് സിമെൻറ്റ് ഉപയോഗിക്കാൻ സാധിക്കും. മറ്റൊരു രീതിയുള്ളത് പുതിയ പ്ലാസ്റ്ററിങ്ങിൽ സാൻഡർ മെഷീൻ പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഭിത്തിയിലെ തരിതരികളും ജോയിൻറ്റുകളും, അതായത് കത്തി പിടിക്കുമ്പോഴോ അല്ലെങ്കിൽ പലക പിടിക്കുമ്പോഴോ ഉള്ള ജോയിൻറ്റുകളൊക്കെ പോകും. വൈറ്റ് സിമെൻ്റ് ആണെങ്കിലും പുട്ടിയാണെങ്കിലും വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചാലും മതിയാകും. ഭിത്തികളിൽ ഒരു കോട്ട് പുട്ടി അടിച്ചതിന് ശേഷം ഫാൾ സീലിംഗ് ചെയ്യുന്നതിനുള്ള ഫ്രെയിം വർക്ക് ചെയ്യുന്നതാണ് നന്നായിരിക്കുക. സീലിങ്ങിലേക്ക് ആവശ്യമുള്ള വയറിങ്ങുകളും മറ്റ് കേബിളുകളും നിർദ്ദിഷ്ട സ്ഥലത്ത് ഇടുവാൻ ചാനലുകൾ സഹായിക്കും. അതിനുശേഷം സീലിംഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബോർഡ് ഏതാണെങ്കിലും അത് ഫിക്സ് ചെയ്യണം. പുട്ടി ആവശ്യമുള്ള മെറ്റീരിയൽസ് ആണെങ്കിൽ പുട്ടിയിട്ട് സാൻഡ് പേപ്പർ പിടിച്ച് ട്യൂബ് ലൈറ്റ് കൊണ്ട് അതിൻ്റെ ഫിനിഷിംഗ് ലെവൽ വരുത്തി സീലിങ്ങിൽ വരുന്ന ലൈറ്റുകളുടെയും മറ്റ് ഫിറ്റിങ്സുകൾക്കും വേണ്ട കട്ടിങ് ചെയ്ത് ഒരു കോട്ട് പെയിൻറ്റ് ചെയ്യണം. ഇതൊക്കെ ചെയ്തതിന് ശേഷം, അതായത് ഭിത്തിയിൽ അടക്കം ഒരു കോട്ട് പുട്ടി അടിച്ചതിന് ശേഷം ഫ്ലോറിങ് ചെയ്യുന്നതായിരിക്കും നന്നായിരിക്കുക. ഫ്ലോറിങ് ആദ്യമേ ചെയ്താൽ മറ്റ് പലവക ജോലികൾ ചെയ്യുമ്പോൾ സ്കാഫോൾഡിങ്ങും വിവിധ ടൂൾസുകളും എന്നിവയൊക്കെ കൊണ്ട് ഫ്ലോറിൽ സ്ക്രാച്ചുകൾ വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് ഫ്ലോറിങ് ചെയ്യുന്നതാവും ഉത്തമം. സാധ്യമെങ്കിൽ ലൂസ് ഫർണിച്ചറുകളൊക്കെ ഫ്ലോറിങ്ങിന് മുൻപ് നിർമ്മിക്കുന്നതായിരിക്കും നന്നായിരിക്കുക, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് വെച്ച് നിർമ്മിക്കുന്നതായിരിക്കും നന്നായിരിക്കുക. വാർഡ്രോബ്, കിച്ചൺ ക്യാബിനറ്റ് എന്നിവയുടെ ഡോറുകൾ ഒരു കാരണവശാലും ഭിത്തിയിൽ ചാരി വെക്കരുത്, ബെൻഡായി പോവും. അതുകൊണ്ട് ഫ്ലോറിൽ കിടത്തി തന്നെ വെക്കണം. മറ്റൊരു പ്രധാന കാര്യം, ക്യാബിനറ്റ് ഡോറുകളുടെ പുറത്ത് ചെയ്യുന്ന ഫിനിഷ് എന്താണോ അതേ ഫിനിഷ് തന്നെ ഉൾവശത്തും, ആ ഡോറിൻ്റെ ഉൾവശത്തും ചെയ്യണം. പലരും പണം ലാഭിക്കുന്നതിനായിട്ട് പുറംഭാഗത്ത് വിനീറോ ലാമിനേറ്റോ മറ്റോ ചെയ്യും, അകത്ത് പെയിൻ്റ് അടിക്കും. അല്ലെങ്കിൽ പുറത്ത് വിനീർ ചെയ്ത് കഴിഞ്ഞാൽ അകത്ത് ലാമിനേറ്റ് ചെയ്യും. ഈ രീതി തീർത്തും തെറ്റാണ്. പുറത്തെന്താണോ ഫിനിഷ് ചെയ്യുന്നത് അതേ ഫിനിഷ് തന്നെയാണ് ഡോറിൻ്റെ അകത്തും ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഡോറ് ബെൻഡായി പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്, എത്ര നല്ല മെറ്റീരിയൽ ആണെങ്കിലും.
വുഡൻ വാൾ പാനലിങ് അല്ലെങ്കിൽ വാൾ ക്ലാഡിങ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പുട്ടി അടിക്കേണ്ട കാര്യമില്ല. എങ്കിലും അവിടെ വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നത് നല്ലതാണ്. പാനലിംഗ് ക്ലാഡിംഗ് മെറ്റീരിയൽസിൽ ചെയ്യുന്ന ഫിനിഷ് എന്താണോ, അത് പോളിഷ് ആണെങ്കിലും പെയിൻ്റ് ആണെങ്കിലും എന്താണെങ്കിലും ഭിത്തി ഒരു കോട്ട് പെയിൻറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവിടെയും ആ ഫിനിഷ് ചെയ്യേണ്ടതാണ്. ലൂസ് ഫർണിച്ചർ ഫിനിഷ് പോളിഷോ പെയിൻറ്റോ ആണെങ്കിൽ അത് പരമാവധി മറ്റൊരു സ്ഥലത്ത് വെച്ച് സ്പ്രേ ചെയ്യുന്നതായിരിക്കും നന്നായിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഈ ഫർണിച്ചർ ഇടേണ്ട റൂമിൽ പെയിൻറ്റ് ചെയ്ത ഭിത്തിയും ഫ്ലോറിലും എല്ലാം ഈ പോളിഷിങ്ങിൻ്റെ സ്പ്രേ ചെയ്യുമ്പോഴുള്ള ഭാഗങ്ങൾ പിടിച്ചിരിക്കും. അവിടെ നമ്മൾ എത്ര പേപ്പർ ഒട്ടിക്കുകയോ എത്ര പ്ലാസ്റ്റിക് ഷീറ്റ് ഒട്ടിക്കുകയോ ചെയ്തുകൊണ്ട് ഒരു കാര്യം ഉണ്ടാകില്ല. പക്ഷേ നമുക്കത് കാണാൻ പറ്റിയില്ല എങ്കിലും തിന്നറൊക്കെ ഉപയോഗിച്ച് കുറേയൊക്കെ ചെയ്യും, എന്നാലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ അവിടെ ഒരു റഫ്നെസ് ടൈലിലും അതുപോലെ ഭിത്തിയിലും ഒക്കെ ഒരു റഫ്നെസ് ഉണ്ടാകും. അതുകൊണ്ട് സ്പ്രേ ചെയ്യുന്ന ഫർണിച്ചറുകൾ അത് മറ്റൊരു സ്ഥലത്ത് നിന്ന് ചെയ്യുന്നതായിരിക്കും നന്നായിരിക്കുക. സീലിങ്ങിൽ ഒരു കോട്ട് പെയിൻറ്റ് അടിച്ചതിന് ശേഷം ലൈറ്റ്, ഫാൻ മുതലായ ഫിറ്റിംഗ് ചെയ്യാം. ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഫിറ്റ് ചെയ്തതിന് ശേഷം സെക്കൻഡ് കോട്ട് പെയിൻറ്റ് അടിക്കുന്നതായിരിക്കും നന്നായിരിക്കുക. അതുപോലെ തന്നെ ഫ്ലോറിങ് കഴിഞ്ഞതിന് ശേഷം ഭിത്തിയിൽ ഒരു കോട്ട് പെയിൻറ്റ് കഴിയുമ്പോഴാണ് ജനൽ കർട്ടനുകൾക്ക് വേണ്ട റാഡുകളോ ഫിറ്റിങ്സുകളോ ഫിറ്റ് ചെയ്യേണ്ടത്. പിന്നീട് ഭിത്തി രണ്ടാം കോട്ട് അടിക്കാം. നന്നായി വേസ്റ്റും പൊടിയും ക്ലീൻ ചെയ്ത് മാറ്റിയതിന് ശേഷം ആവശ്യമായ ഫർണിച്ചറുകൾ അതാത് സ്ഥലങ്ങളിൽ ഇടാം. ആവശ്യമെങ്കിൽ പെയിൻറ്റ് ടച്ചപ്പ് ചെയ്യാം. അതിനുശേഷമാണ്, അതായത് ക്ലീനിങ് വരെ കഴിഞ്ഞതിന് ശേഷമാണ് കർട്ടനുകൾ ഫിക്സ് ചെയ്യേണ്ടത്. സാധിക്കുന്നവർ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നത് നന്നായിരിക്കും. എല്ലാ ചെറിയ വെർട്ടിക്കൽ ഏരിയകളിലെയും ഒളിഞ്ഞിരിക്കുന്ന ചെറിയ പൊടികൾ വരെ നീക്കം ചെയ്യുവാൻ ഇതുകൊണ്ട് കഴിയും. സീലിംഗ് കോബിനുള്ളിൽ കട്ടിയായ ജിപ്സം പൊടി അടിഞ്ഞുകൂടിയിട്ടുണ്ടാവും. അതിനുശേഷമേ ബെഡ്, പില്ലോ, ഷീറ്റുകൾ എന്നിവ വിരിക്കുവാൻ പാടുള്ളൂ. സാധിക്കുന്നവർ കർട്ടൻ, ബെഡ്ഷീറ്റ്, കാർപ്പറ്റ് അടക്കമുള്ള ഫാബ്രിക് ഐറ്റംസ് ഇൻറ്റീരിയർ ജോലികൾ മുഴുവൻ കഴിഞ്ഞ് ജനലും വാതിലുകളും ഒരാഴ്ച തുറന്നിട്ടതിന് ശേഷം ഫിക്സ് ചെയ്യുന്നതായിരിക്കും നന്നായിരിക്കുക. പെയിൻറ്റിൻ്റെയും പോളിഷിൻ്റെയും മറ്റ് സീലൻറ്റുകളുടെയും മണവും കെമിക്കലും കുറേയെങ്കിലും പോയി തീരും. അവ ഏറ്റവും കൂടുതൽ ഡിപ്പോസിറ്റ് ആവുന്നത് ഫാബ്രിക് മെറ്റീരിയൽസിലാണ്. എല്ലാം തന്നെ പെട്രോളിയം ഉൽപ്പന്നമാണ്, ഒന്നും ആരോഗ്യത്തിന് നല്ലതല്ലതാനും. അതുപോലെ ബെഡ്റൂമുകളിൽ PVC അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സംബന്ധമായ ഉൽപ്പന്നങ്ങൾ, അതായത് സീലിംഗ്, പാനലിംഗ് എന്നിവയ്ക്ക് പരമാവധി PVC അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഐറ്റംസ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഹാർഡ്വെയർസും ആക്സസറീസും ഫിക്സ് ചെയ്യുമ്പോൾ അതിലുള്ള പെയിൻറ്റിങ്, പോളിഷിങ് തുടങ്ങി സകല ഫിനിഷിങ്ങും കഴിഞ്ഞതിന് ശേഷം വേണം ഫിറ്റ് ചെയ്യുവാൻ. അല്ലെങ്കിൽ തിന്നർ, ടർപ്പൻറ്റൈൻ അല്ലെങ്കിൽ പെയിൻറ്റ് എന്നിവ തട്ടി കോട്ടിങ് പോവുകയും അതിലൂടെ റസ്റ്റ് പിടിക്കുകയും സാധനം മോശമാവുകയും വാറണ്ടി ഇല്ലാതാവുകയും ചെയ്യും. ഇതുപോലുള്ള ശ്രദ്ധക്കുറവ് കൊണ്ടോ പരിചയക്കുറവ് കൊണ്ടോ ഇൻറ്റീരിയർ ഡെക്കറേഷൻ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നഷ്ടങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ഇൻറ്റീരിയർ ഡിസൈനർ ആണെങ്കിലും ഉടമയാണെങ്കിലും ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വിഷയവുമായി വരാം. ഞാൻ ഷാജി PD, കോഴിക്കോട്.